വിശുദ്ധ പൗലോസ് റോമായിലെ സഭയ്ക്കെഴുതിയ ലേഖനം 16-ാം അധ്യായം. കെങ്ക്രയായിലെ സഭയിൽ ശുശ്രൂഷകയായ നമ്മുടെ സഹോദരി ഫോയ്ബയെ നിങ്ങൾക്ക് ഞാൻ ഭരമേൽപ്പിക്കുന്നു. വിശുദ്ധർക്ക് ഉചിതമായ വിധം കർത്താവിൽ നിങ്ങൾ അവളെ സ്വീകരിക്കണം. അവൾക്ക് ആവശ്യമുള്ള ഏത് കാര്യത്തിലും അവളുടെ കൂടെ നിൽക്കണം. എന്തെന്നാൽ പലർക്കുമെന്ന പോലെ എനിക്കും അവൾ സഹായിയായിരുന്നിട്ടുണ്ട്. യേശുക്രിസ്തുവിൽ എൻ്റെ സഹപ്രവർത്തകരായ പ്രിസ്കായിക്കും അക്വീലായിക്കും അഭിവാദനം നൽകുവിൻ. അവർ എൻ്റെ ജീവന് വേണ്ടി തങ്ങളുടെ ജീവൻ പണയപ്പെടുത്തിയവരാണ്. ഞാൻ മാത്രമല്ല, ജനതകളുടെ സകല സഭകളും അവർക്ക് നന്ദി പറയുന്നു. അവരുടെ ഭവനത്തിൽ സമ്മേളിക്കുന്ന സഭയ്ക്കും ഏഷ്യയിൽ ക്രിസ്തുവിനുള്ള ആദ്യഫലമായ എൻ്റെ പ്രിയപ്പെട്ട എപ്പായിനേത്തോസിനും അഭിവാദനം നൽകുവിൻ. നിങ്ങളുടെ ഇടയിൽ കഠിനാധ്വാനം ചെയ്ത മറിയത്തിനും അഭിവാദനം നൽകുവിൻ. എൻ്റെ ബന്ധുക്കളും എന്നോടുകൂടെ കാരാഗൃഹവാസം അനുഭവിച്ചവരുമായ അന്ത്രോണിക്കോസിനും യൂണിയസിനും അഭിവാദനം നൽകുവിൻ. അവർ അപ്പസ്തോലഗണത്തിലെ പ്രമുഖരും എനിക്ക് മുമ്പേ ക്രിസ്തുവിലായവരുമാണ്. കർത്താവിൽ എൻ്റെ പ്രിയപ്പെട്ട ആംബ്ലിയാത്തോസിന് അഭിവാദനം നൽകുവിൻ. ക്രിസ്തുവിൽ നമ്മുടെ സഹപ്രവർത്തകനായ ഉർബാനോസിനും എൻ്റെ പ്രിയപ്പെട്ടവനായ സ്താക്കീസിനും അഭിവാദനം നൽകുവിൻ. ക്രിസ്തുവിൽ അംഗീകൃതനായ അപ്പല്ലേസിന് അഭിവാദനം നൽകുവിൻ. അരിസ്തോബുലോസിൻ്റെ കുടുംബാംഗങ്ങൾക്കും അഭിവാദനം നൽകുവിൻ. എൻ്റെ ബന്ധുവായ ഹെറോദിയോന് അഭിവാദനം നൽകുവിൻ. നർക്കീസൂസിൻ്റെ ഭവനത്തിൽ കർത്താവിലായിരിക്കുന്നവർക്ക് അഭിവാദനം നൽകുവിൻ. കർത്താവിൽ അധ്വാനിക്കുന്നവരായ ത്രിഫേനായിക്കും ത്രിഫോസായിക്കും അഭിവാദനം നൽകുവിൻ. കർത്താവിൽ കഠിനാധ്വാനം ചെയ്ത എൻ്റെ പ്രിയപ്പെട്ട പേർസിസിന് അഭിവാദനം നൽകുവിൻ. കർത്താവിൽ തിരഞ്ഞെടുക്കപ്പെട്ട റൂഫസിനും അവൻ്റെ അമ്മയ്ക്കും അഭിവാദനം നൽകുവിൻ. അവൾ എൻ്റെയും അമ്മയാണ്. അസിൻ, ക്രിത്തോസ്, ഫ്ലഗോൺ, ഹെർമസ്, പത്രോബാസ്, ഹെർമാസ് എന്നിവർക്കും അവരുടെ കൂടെയുള്ള സഹോദരർക്കും അഭിവാദനം നൽകുവിൻ. ഫിലോലോഗോസിനും യൂലിയായിക്കും നെരേയൂസിനും അവൻ്റെ സഹോദരിക്കും ഒളിമ്പാസിനും അവരോടുകൂടെയുള്ള സകല വിശുദ്ധർക്കും അഭിവാദനം നൽകുവിൻ. വിശുദ്ധ ചുംബനത്താൽ അന്യോന്യം അഭിവാദനം നൽകുവിൻ. ക്രിസ്തുവിൻ്റെ സമസ്ത സഭകളും നിങ്ങൾക്ക് അഭിവാദനം നൽകുന്നു. സഹോദരരെ, നിങ്ങൾ ഉൾക്കൊണ്ട പ്രബോധനങ്ങൾക്ക് വിരുദ്ധമായി ഭിന്നിപ്പുകളും ഇടർച്ചകളും ഉണ്ടാക്കുന്നവരെ ശ്രദ്ധിച്ചുകൊള്ളണം എന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. അവരിൽ നിന്ന് അകന്നുമാറുവിൻ. അങ്ങനെയുള്ളവർ നമ്മുടെ കർത്താവായ ക്രിസ്തുവിനെയല്ല, തങ്ങളുടെ തന്നെ ഉദരങ്ങളെയാണ് ശുശ്രൂഷിക്കുന്നത്. മധുരഭാഷണവും മുഖസ്തുതിയും വഴി അവർ സരളചിത്തരുടെ ഹൃദയങ്ങളെ വഞ്ചിക്കുന്നു. നിങ്ങളുടെ അനുസരണം എല്ലാവർക്കും അറിവുള്ളതാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളെക്കുറിച്ച് സന്തോഷിക്കുന്നു. നിങ്ങൾ നന്മയിൽ അറിവുള്ളവരും തിന്മയുടെ മാലിന്യമേശാത്തവരും ആയിരിക്കണം എന്നു ഞാൻ ആഗ്രഹിക്കുന്നു. സമാധാനത്തിൻ്റെ ദൈവം ഉടൻ തന്നെ പിശാചിനെ നിങ്ങളുടെ കാൽക്കീഴിലാക്കി തകർത്ത് കളയും. നമ്മുടെ കർത്താവായ യേശുവിൻ്റെ കൃപ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. എൻ്റെ സഹപ്രവർത്തകനായ തിമോത്തേയോസും എൻ്റെ ബന്ധുക്കളായ ലൂസിയൂസും യാസോനും സൊസിപാത്തറും നിങ്ങൾക്ക് അഭിവാദനം നൽകുന്നു. ഈ ലേഖനത്തിൻ്റെ എഴുത്തുകാരനായ ഞാൻ തെർത്തിയോസ് കർത്താവിൽ നിങ്ങൾക്ക് അഭിവാദനം നൽകുന്നു. എൻ്റെയും സഭ മുഴുവൻ്റെയും ആതിഥേയനായ ഗായിയോസ് നിങ്ങൾക്ക് അഭിവാദനം നൽകുന്നു. നഗരത്തിലെ ഖജനാവുകാരനായ എറാസ്തൂസും സഹോദരനായ ക്വാർത്തൂസും നിങ്ങൾക്ക് വന്ദനം പറയുന്നു. എൻ്റെ സുവിശേഷമനുസരിച്ചും യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രഘോഷണമനുസരിച്ചും രഹസ്യത്തിൻ്റെ വെളിപാടനുസരിച്ചും നിങ്ങളെ ബലപ്പെടുത്താൻ കഴിവുള്ളവനാണ് ദൈവം. കാലാകാലം നിഗൂഢമായിരുന്ന രഹസ്യം പ്രവാചകലിഖിതങ്ങൾ വഴി ഇപ്പോൾ വെളിപ്പെടുത്തി. ഈ രഹസ്യം നിത്യനായ ദൈവത്തിൻ്റെ ആജ്ഞയനുസരിച്ച് വിശ്വാസത്തിൻ്റെ അനുസരണത്തിനായി സകല ജനതകൾക്കും അറിയിക്കപ്പെട്ടിരിക്കുകയാണ്. സർവജ്ഞനായ ഏകദൈവത്തിന് യേശുക്രിസ്തു വഴി എന്നേക്കും മഹത്വം. ആമേൻ.